ഹലോ എവരി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ മോഡ്യൂൾ 5 ഡി എസ് പി പ്രോസസ്സർ ആർക്കിടെക്ചർ ഉണ്ട്. അതിന്റെ ഒരു പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 ജനറൽ ഡി എസ് പി ആർക്കിടെക്ചർ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പൈപ്പ് ലൈനിങ്, മാക്ക്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ DSP പ്രോസസ്സർ MS320C6713 ഒരു DSP പ്രോസസ്സറിന്റെ ആർക്കിടെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ DSP പ്രോസസ്സറിന്റെ ആർക്കിടെക്ചർ മനസ്സിലാവും. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഡിസംബർ 2021 22 എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. In detail, explain the architecture of DSP processor TMS320C6713. December 22 with the detailed block diagram, explain the architecture of typical DSP processor family TMS320C67XX. അപ്പോൾ ജനറൽ ആയിട്ട് ആണ് നമ്മൾ TMS320C67XX എന്ന് പറയുന്നത്. ഈ TMS320C6713 എന്ന് പറയുന്നത് ഈ XX ഫാമിലി വരുന്ന ഒരു സീരീസ് ആണ്. അതിൽ TMS സ്റ്റാൻഡ്സ് ഫോർ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സിനാണ് TMS എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആർക്കിടെക്ചർ നമ്മൾ ഷുവർ ടോപ്പിക്കാണ്. KTUവിന്റെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും ലാസ്റ്റ് മോഡ്യൂളിൽ ഒരു എസ്സേ ടോപ്പിക്കായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ആർക്കിടെക്ചർ ഓഫ് DSP പ്രോസസ്സർ. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ ഒരു ആർക്കിടെക്ചർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒരു ഷുവർ ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് ഈ TMS320C6713 DSP പ്രോസസ്സറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. നമ്മൾ ഒരു ജനറൽ DSP ബ്ലോക്ക് ഡയഗ്രാം പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 3 പാർട്ടാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ CPU, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി, 3 ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പെറിഫറൽസ് കണക്ട് ചെയ്യാൻ. അങ്ങനെ ഈ 3 കമ്പോണൻസ് ആണ് ബേസിക്കലി ഒരു ആർക്കിടെക്ചറിനകത്ത് വരുന്നത്. അപ്പം നമ്മളത് ജനറൽ പർപ്പസ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മളുടെ TMS320C6713 ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പം അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 3 കമ്പോണൻസ് ആണ് മെയിൻലി വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ CPU ആണ്, അത് കഴിഞ്ഞിട്ട് മെമ്മറി പാർട്ട് കാണും, പെറിഫറൽസ് കാണും. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിൽ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ DSP കോർ എന്ന് പറയുന്നത്, അതാണ് നമ്മളുടെ CPU എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതിൽ മെമ്മറി ഉണ്ട്. മെമ്മറി 3 പാർട്ടായിട്ടാണ്. ഇത് ഒരു ഫസ്റ്റ് മെമ്മറി, ദിസ് ഈസ് സെക്കൻഡ് മെമ്മറി ആൻഡ് ദിസ് ഈസ് തേർഡ് മെമ്മറി. പിന്നെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള പെറിഫറൽസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, പെറിഫറൽസ് ഇങ്ങനെ ഇതാണ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ത് കാണും, ഒരു CPU, ഇതാണ് ഒരു CPU പാർട്ട്. അതിനുശേഷം മെമ്മറി 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് LP, അതായത് പ്രോഗ്രാം മെമ്മറി. LP ഹാഷ് ഡയറക്റ്റ് മാപ്ഡ് എന്ന് പറയുന്നത് P സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാം മെമ്മറി ആണ്. ഇത് D സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ മെമ്മറി ആണ്. ഈ മൂന്നാമത്തെ മെമ്മറി എന്ന് പറയുന്നത് യൂണിഫൈഡ് മെമ്മറിയാണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 192 കിലോബൈറ്റ്സും 64 കിലോബൈറ്റ്സും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 256 കിലോബൈറ്റ്സ് വരുന്ന രീതിയിലാണ്. അപ്പോൾ 3 മെമ്മറി പാർട്ട് ഉണ്ട്. പിന്നെ ഈ റിമൈനിങ് വരുന്നത് ഫുള്ള് എന്താണ്, പെറിഫറൽസ് ആണ്. അപ്പം ആ 3 ബ്ലോക്ക് ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് CPU ആണ്. CPUവിനകത്ത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡിസ്പാച്ച്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ്. അത് കഴിഞ്ഞിട്ട് 2 ഡാറ്റ പാത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, A രജിസ്റ്റർ ഫയലും B രജിസ്റ്റർ ഫയലും. അപ്പം ഇതിനകത്തൊരു രജിസ്റ്റർ ഫയലുണ്ട്. രജിസ്റ്റർ ഫയൽ ഇതൊക്കെയാണ്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സിനാണ് നമ്മൾ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്നത്. അതിൽ A രജിസ്റ്റർ ഫയലിനകത്ത് 16 രജിസ്റ്റേഴ്സ് കാണും. ഓക്കെ, അതുപോലെ ബിക്കകത്തും എത്ര കാണും, 16 രജിസ്റ്റേഴ്സ് കാണും. അങ്ങനെ ടോട്ടൽ 32 രജിസ്റ്റേഴ്സ് നമ്മളുടെ ഇതിനകത്ത് CPU കാണും. അപ്പോൾ ഇവിടെ
ഡേറ്റ പാത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എ രജിസ്റ്റർ ഫയൽ, അപ്പോൾ എ രജിസ്റ്റർ ഫയലിനകത്ത് 16 കാണും, അതുപോലെ ബി രജിസ്റ്റർ ഫയലിനകത്തും 16 കാണും. ടോട്ടൽ അങ്ങനെ 32 രജിസ്റ്റേഴ്സ് കാണും. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 8 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, L1, S1, M1, D1, അതുപോലെ D2, M2, S2, L2. ഇത് L1 രണ്ട് പാർട്ടായിട്ട് പോകുന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 8 ഫങ്ഷണൽ യൂണിറ്റ്സ് കാണും. 8 ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ ദെയർ. ഓക്കെ, അതിൽ L1, S1, M1 ആൻഡ് D1. L1 എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. L ഫോർ ലോജിക്കൽ ഓപ്പറേഷൻസ്. സെക്കൻഡ് എസ് എന്ന് പറയുന്നത് ബിറ്റ് മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ്. ബിറ്റ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ സ്റ്റോർ ഓപ്പറേഷൻ. എം എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് D1 സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. അപ്പം രജിസ്റ്റേഴ്സ് എയും ഉണ്ട്, ബിയും ഉണ്ട്, അങ്ങനെ അതുപോലെ 8 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ L1 സ്റ്റാൻഡ്സ് ഫോർ ലോജിക്കൽ ഓപ്പറേഷൻ, S1 സ്റ്റാൻഡ്സ് ഫോർ ബിറ്റ് മാനിപ്പുലേഷൻ. അപ്പം ഈ L1ഉം S1ഉം കൂടെ ചേർന്നിട്ട് ലോജിക്കൽ ആൻഡ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. M1 മൾട്ടിപ്ലിക്കേഷൻ, D1 ഡേറ്റ ട്രാൻസ്ഫർ. അങ്ങനെ എയ്ക്കും ഈ 4 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, ബിക്കും ഈ 4 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ടോട്ടൽ അങ്ങനെ 8 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ DSP ആർക്കിടെക്ചർ. അതിൽ കോറായിട്ടുള്ള CPU-നകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ ഡെസ്പാച്ച് യൂണിറ്റ് ഉണ്ട്. ഡെസ്പാച്ച് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ 2 പാത്തിലേക്ക് ഡെസ്പാച്ച് ചെയ്യും. ഡേറ്റ പാത്ത് എയും ഡേറ്റ പാത്ത് ബിയും. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ള മീനിങ്. അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും ഡിസ്റ്റിങ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എത്ര ടോട്ടൽ 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഈ ഇത് പെർഫോം ചെയ്യുന്നത് 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻസ്, ഈ ഒരു DSP പ്രോസസ്സർ 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പം 2⁻32, അതായത് ഒരു 4 GB മെമ്മറി സ്പേസ് അതിന് അലോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഫിക്സ്ഡ് പോയിന്റും ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡെസ്പാച്ച് യൂണിറ്റ് ഡേറ്റ പാത്ത് എയിലും ബിയിലേക്കും ഡെസ്പാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ എയിൽ 4 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ ബിയിലും 4 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഡീകോഡ് യൂണിറ്റ് അത് സോഴ്സും ഡെസ്റ്റിനേഷനും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യിക്കും. ഇത്രയാണ് നമ്മൾ DSPയുടെ CPU-നെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നീറ്റായിട്ട് ഈ ഒരു ബ്ലോക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മെമ്മറിയാണ്. മെമ്മറിക്കകത്ത് പ്രോഗ്രാം മെമ്മറി ഉണ്ട്, അതുപോലെ ഡേറ്റ മെമ്മറി ഉണ്ട്, പിന്നെ യൂണിഫൈഡ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട്. ഇത് L1P ഹാഷ് ഡയറക്റ്റ് മാപ്ഡ് 4K ബൈറ്റ്സ് ആണ്. ഡേറ്റയും 4K ബൈറ്റ്സ് ആണ്. അതുപോലെ യൂണിഫൈഡ് മെമ്മറി എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 192 കിലോബൈറ്റ്സും 64 കിലോബൈറ്റ്സും. ടോട്ടൽ 256 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് യൂണിഫൈഡ് മെമ്മറി. ഇത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെമ്മറീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം മെമ്മറി, ഡേറ്റ മെമ്മറിയും യൂണിഫൈഡ് മെമ്മറിയും അതിന്റെ സ്പെസിഫിക്കേഷൻസും എഴുതുക. അപ്പോൾ നമ്മൾ 3 ബ്ലോക്കാണ് ഉള്ളത്. അതിൽ CPU എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെമ്മറി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പെറിഫറൽസ് ആണ്. കുറച്ച് പെറിഫറൽസ് ഇതിനകത്ത് ഉണ്ട്. അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ DMA ആണ്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പം മെമ്മറി നമുക്ക് CPU ആക്സസ് കൂടാതെ ഡയറക്റ്റ് നമുക്ക് DMA യൂസ് ചെയ്ത് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ PLL ഫേസ് ലോക്ക് ലൂപ്പ് ബ്ലോക്ക് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പവർ ഡൗൺ ലോജിക്ക്, അതായത് പവർ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ്.
നെക്സ്റ്റ് ബൂട്ട് കോൺഫിഗറേഷൻ ഉണ്ട്, അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇന്ററപ്റ്റ് കൺട്രോൾ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് EMIF മീൻസ് എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസ് ആണ്. പിന്നെ നെക്സ്റ്റ് HPI അതായത് ഹോസ്റ്റ് പോർട്ട് ഇന്റർഫേസ് എന്ന് പറയും. വേറെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HPI യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന പെറിഫറൽ എന്ന് പറയുന്നത് MCASP. MCASP സ്റ്റാൻഡ്സ് ഫോർ മൾട്ടി ചാനൽ ഓഡിയോ സീരിയൽ പോർട്ടാണ്. MCASP എന്ന് പറയുന്നത് മൾട്ടി ചാനൽ ഓഡിയോ സീരിയൽ പോർട്ട്. ഓഡിയോ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അതിനകത്ത് മൾട്ടി മീൻസ് 2 ചാനൽസ് കണക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് MCBSP ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ചാനൽ B4 ബഫർ സീരിയൽ പോർട്ട്. മൾട്ടി ചാനൽ ബഫർ സീരിയൽ പോർട്ടാണ്. പിന്നെ നെക്സ്റ്റ് I2C ഉണ്ട്. ഇന്റർ IC ബസസ് ആണ് I2C എന്ന് പറയുന്നത്. പിന്നെ ടൈമർ ഉണ്ട് ഫോർ ടൈമിംഗ് ഓപ്പറേഷന്. ലാസ്റ്റ് വരുന്നത് GPIO ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. GPIO മീൻസ് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇത്രയാണ് പെറിഫറൽസ് വരുന്നത്. അപ്പം ഒരു 10 മാർക്സിനാണ് നോർമലി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ വെയിറ്റേജ് വരുന്നത് ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്താണ്. അപ്പം ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ CPU വരയ്ക്കുക, അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വെച്ച് ഡെസ്പാച്ച്, ഡീകോഡ്, പിന്നെ 2 ഡാറ്റാ പാത്ത്, 2 രജിസ്റ്റർ ഫയൽസ്, രണ്ടും 16 വെച്ചിട്ടാണ്. പിന്നെ ഓരോന്നിനും എന്തുണ്ട് 4 വെച്ചിട്ടുള്ള ഫങ്ഷണൽ ബ്ലോക്സ് ഉണ്ട്, 8 ഫങ്ഷണൽ ബ്ലോക്സ് ഉണ്ട്. അപ്പം മെമ്മറി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മെമ്മറി 3 വരയ്ക്കുക. ഓക്കെ, മെമ്മറി ഇപ്പോൾ പ്രോഗ്രാം മെമ്മറിയിൽ നിന്നായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വെച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡാറ്റ ഉണ്ട്, ഡാറ്റ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ മെമ്മറി 3 എഴുതുക. അതിനുശേഷം പെറിഫറൽസ് DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ്, PLL ഫേസ് ലോക്ക് ലൂപ്പ്, പവർ ഡൗൺ ലോജിക്ക്, പവർ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൂട്ട് കോൺഫിഗറേഷൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ററപ്റ്റ് നമുക്ക് ഏതെങ്കിലും ഇന്ററപ്റ്റ് വരുവാണെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ററപ്റ്റ് സെലക്ടർ ഉണ്ട്. നെക്സ്റ്റ് വരുന്ന പെറിഫറൽ എന്ന് പറയുന്നത് EMIF എന്തായിരുന്നു, എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസ്. HPI ഹോസ്റ്റ് പോർട്ട് ഇന്റർഫേസ്. MCASP മൾട്ടി ചാനൽ ഓഡിയോ സീരിയൽ പോർട്ട്. MCBSP മൾട്ടി ചാനൽ ബഫർ സീരിയൽ പോർട്ട്. I2C ഇന്റർ IC ബസസ്, ടൈമർ ഫോർ ടൈമിംഗ് ഓപ്പറേഷൻ, ആൻഡ് ഫൈനലി GPIO ഫോർ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ ഓരോന്നിനെയും കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുക. ജനറൽ പർപ്പസ് DSP ആർക്കിടെക്ചർ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ TMS 320C 6713 അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള TMS 320C 67XX എന്നുള്ളത്. December 22 10 മാർക്സിനും അതുപോലെ 21 7 മാർക്സിനും ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നീറ്റായിട്ട് വരയ്ക്കുക, ഓരോ ബ്ലോക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡീസ്.